ദൈവം നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ പോകുന്നു. ഇപ്പോൾ നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ മനഃപൂർവ്വമായി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല സാഹചര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പോവുകയാണ്. അവരെ ഒതുക്കുവാൻ പോവുകയാണ്. കാരണം നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, ഒരു ആശ്വാസവാക്ക് പോലും പറയുവാൻ എനിക്ക് ആരുമില്ല, എന്നെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ ആരുമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, എൻ്റെ കണ്ണുനീര് കാണുവാൻ ആരുമില്ല. ഈ പറയുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നീ കടന്നു പോകുന്ന അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നോട് പറയുകയാണ്, ഈ സമയത്ത് നീ ദാവീദിനെ ഒന്ന് നോക്കിയാൽ മതി. നഷ്ടങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ, ഈ വേദനയുടെ എല്ലാം നടുവിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയാൽ ധൈര്യപ്പെട്ടു എന്ന്. നമ്മൾ ഓരോരുത്തരും ഈ കർത്താവിൽ ധൈര്യപ്പെട്ടാൽ മാത്രം മതി. നമ്മൾക്ക് മുമ്പിലുള്ള എല്ലാ പ്രതിസന്ധികളും, നമ്മളോട് മനഃപൂർവ്വമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും, നമ്മുടെ സകല സാഹചര്യങ്ങളെയും കർത്താവ് മാറ്റി തരുവാൻ മതിയായ ദൈവമാണ്.